ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനം. കേരള PSC പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള 500ഓളം റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 470ഓളം ചോദ്യങ്ങൾ കേരള PSC പലപ്പോഴായിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 30ഓളം ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാഠപുസ്തകത്തിലെ ചില കോട്ടുകളാണ്. അവ ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ 470 ചോദ്യം എന്ന് പറഞ്ഞത് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് റെപ്പറ്റീഷനുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം കൂടെ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 600-600-ലധികം ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, കേരള PSC ഇനി മുതൽ കേരള നവോത്ഥാനം ചോദിക്കില്ല എന്ന്. അതിനുള്ള പ്രധാന കാരണം 2019 നടത്തിയിട്ടുള്ള എക്സാമുകളിലെല്ലാം തന്നെ കേരള നവോത്ഥാനത്തിനുള്ള പ്രസക്തി വളരെയധികം കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും 2020 നടത്തിയിട്ടുള്ള എക്സാമിൽ, അതായത് പ്രത്യേകിച്ചും UPSC എക്സാമിന്, ഈ കഴിഞ്ഞ UPSCയുടെ എക്സാമിന് 20ഓളം ചോദ്യങ്ങൾ വന്നത് കേരള നവോത്ഥാനത്തിൽ നിന്നാണ്. ഒരു ചോദ്യം പോലുമില്ല ഫ്രഷ് ചോദ്യം എന്ന് പറയാൻ, എല്ലാം തന്നെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഇവയൊക്കെ തന്നെ നമുക്ക് പാഠപുസ്തകത്തിലും കാണാൻ വേണ്ടി സാധിക്കും. എന്നിരുന്നാൽ പോലും കൂടുതലും റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. കേരള PSC പലപ്പോഴായിട്ട് ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുതന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രസക്തി. അപ്പം ഈ കഴിഞ്ഞ എക്സാമിന് കേരള നവോത്ഥാനത്തിന് പ്രസക്തിയില്ല എന്നും പറഞ്ഞിട്ട് നോക്കാതെ ഇരുന്ന ആളുകൾക്ക് ആ ഒരു എക്സാം എഴുതി നല്ല രീതിയിൽ പണി കിട്ടിയിട്ടും ഉണ്ട്. കുറഞ്ഞ പക്ഷം അവർ റിപ്പീറ്റഡ് ചോദ്യങ്ങളെങ്കിലും നോക്കിയിട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആ 20-ൽ 20 മാർക്കും കിട്ടിയേനെ എന്നുള്ളതാണ് വസ്തുത. ഇനി ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് കേരള PSC കേരള നവോത്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചധികം ചോദ്യം വരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിത് കേൾക്കുന്നതിൻ്റെ കൂടുതൽ, 1-2 തവണ കേൾക്കുന്നതിൻ്റെ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഭാഷയിൽ ചെറുതായിട്ട് ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതി വെക്കുക. ഇനിയിപ്പം ഇതിൻ്റെ PDF വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് ഇതിൻ്റെ PDF ഇൻസ്റ്റാമോജോയിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 20 ചോദ്യങ്ങളും UPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അവയെല്ലാം തന്നെ റിപ്പീറ്റഡ് ചോദ്യമാണ്. ഒരു ചോദ്യം പോലുമില്ല പുതിയ ചോദ്യം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. നമ്മൾ ഓപ്ഷൻ വായിക്കില്ല, കാരണം ഇത് കേട്ടു പഠിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഓപ്ഷൻസ് വായിക്കാത്തത്. പകരം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഓപ്ഷൻസ്. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനി ആയിരുന്ന വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കേരളം നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? TK മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ്? K കേളപ്പനാണ്. ഓപ്ഷൻ ബി K കേളപ്പൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏതാണ്? തലക്കുളമാണ്. ഓപ്ഷൻ എ തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
സർദാർ KM പണിക്കർ. ഇത് പാഠപുസ്തകത്തിലുള്ള ചോദ്യമാണ്. കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണ്? 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S. പരമേശ്വരയ്യരാണ്. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയൻ ആരാണ്? ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കുവാനുള്ള അവകാശം സ്ത്രീകൾക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയൽ 1891. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ജാതി സമ്പ്രദായം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? TK മാധവൻ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഏതാണ്? 1891. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയമിച്ച കമ്മീഷൻ, അതിൻ്റെ പേര് എന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം ഏതാണ്? 1925. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ്? പുന്നപ്ര വയലാർ സമരം 1946. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ്? 1921. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? KM കുമാരൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അതുപോലെ തന്നെ കുഞ്ഞൻ പിള്ള എന്നുള്ളത് അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് വിളിച്ചിരുന്ന പേരാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥലം ഏതാണ്? ശിവഗിരിയാണ്. ഓപ്ഷൻ എ ശിവഗിരി. തിരുവിതാംകൂറിൽ നടന്ന പുലിയ ലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. ഓപ്ഷൻ സി അയ്യങ്കാളി. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കുമാര ഗുരുദേവൻ. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. പ്രത്യക്ഷ രക്ഷാ സഭ അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. ഓപ്ഷൻ ഡി കുമാര ഗുരുദേവൻ. വാലസമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന ചിന്തകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവമേനോൻ. ഓപ്ഷൻ എ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? K കേളപ്പൻ.
VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി. ഓപ്ഷൻ ബി നമ്പൂതിരി. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. നായർ ഭൃത്യസംഘം രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. തിരുവനന്തപുരം. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി. ഓപ്ഷൻ സി അയ്യങ്കാളി. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രം. ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? SNDP യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? P സനൽ മോഹൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏത്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നിജാന്ത വിലാസമാണ്. ബാക്കിയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ ദൈവദശകം, ആത്മവിലാസം ഇവയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ചെറായി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809 ജാനുവരി 11. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡ വർമ്മ. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? മഹാറാണി ഗൗരി പാർവതി ഭായ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. ഓപ്ഷൻ സി ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മി ഭായ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം അറിയപ്പെടുന്ന പേര്? കുളച്ചിൽ യുദ്ധം. ഓപ്ഷൻ സി കുളച്ചിൽ യുദ്ധം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മണ്ണടി. ഓപ്ഷൻ ബി മണ്ണടി. ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ബാലരാമവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1932. ഓപ്ഷൻ ബി 1932. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൺ ട്രാജഡി? മലബാർ കലാപം. ഓപ്ഷൻ ഡി മലബാർ കലാപം. വാഗൺ
ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവർ ആണ്? ഖിലാഫത്ത് സമരം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാൻ. ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. ഓപ്ഷൻ സി പയ്യന്നൂർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ. മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്വതന്ത്ര ഭാരതം. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരായിരുന്നു? കെ കേളപ്പൻ. ഓപ്ഷൻ എ കെ കേളപ്പൻ. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഏതാണ്? 1947. ചാന്നാർ ലഹള ആരംഭിച്ച വർഷം ഏതാണ്? 1822. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്? 1721. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരാണ്? രാമസ്വാമി നായ്ക്കർ. ഓപ്ഷൻ സി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. ഐത്തോച്ചാടനത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? വൈക്കം സത്യാഗ്രഹം. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ ബി കെ ദേവയാനി. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതന്റെ പേര് എന്താണ്? അലി മുസ്ലിയാർ. ഓപ്ഷൻ ബി അലി മുസ്ലിയാർ. മാപ്പിള ലഹള നടന്ന വർഷം ഏതാണ്? 1921. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ്? അലി മുസ്ലിയാർ. ഓപ്ഷൻ ബി അലി മുസ്ലിയാർ. മലബാർ കലാപം അരങ്ങേറിയ താലൂക്കിൻ്റെ പേര് എന്താണ്? ഏറനാടാണ്. ഓപ്ഷൻ ബി ഏറനാട്. വിമോചന സമരം നടന്ന വർഷം ഏതാണ്? നടക്കുന്നത് 1959. പാലിയം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരിയുടെ പേര് എന്താണ്? എ ജി വേലായുധൻ. ഓപ്ഷൻ എ ആണ് എ ജി വേലായുധൻ. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ ജനഹിത പരിശോധന. ഓപ്ഷൻ ബി ജനഹിത പരിശോധന. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ. നടക്കുന്നത് 1941. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941. മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ ആരാണ്? ജി പി പിള്ളയാണ്. ബാരിസ്റ്റർ ജി പി പിള്ള. ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. ഓപ്ഷൻ എ പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായ വരിക വരിക സഹചരെ ഈ വരികൾ രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? കുറിച്യർ കലാപം. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. നിവർത്തന പ്രസ്ഥാനം ഉണ്ടായത് എവിടെയാണ്? ഓപ്ഷൻ ഡി തിരുവിതാംകൂർ. ഓപ്ഷൻ ഡി തിരുവിതാംകൂർ. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ അനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം ഏതാണ്? നിവർത്തന
പ്രക്ഷോഭം. ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് PSC ഒക്കെ വരുന്നത്. തിരുവിതാംകൂറിൽ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തിന് ഇടയാക്കിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി തൃശ്ശൂർ. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം ഏതാണ്? 1859. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്ക് എതിരെ നടന്ന വിപുലമായ സമ്മേളനം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടത് ആണ്? പുന്നപ്ര വയലാർ സമരം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആരാണ്? KP കേശവമേനോൻ. ബാക്കി 3 പേരും ഉണ്ടായിരുന്നു. കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഇവർ 3 പേരും ആദ്യ ദിവസത്തെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? കുളച്ചിൽ യുദ്ധം. ഓപ്ഷൻ ബി കുളച്ചിൽ യുദ്ധം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? C കേശവനാണ്. ഓപ്ഷൻ C കേശവൻ. ചാന്നാർ ലഹള പ്രഖ്യാപിച്ചത് എന്നാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30. ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ C GP പിള്ള. മലബാർ കലാപം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? K മാധവൻ നായർ. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. ഓപ്ഷൻ എ KP ശങ്കരമേനോൻ. ആര്യപ്പള്ളം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ ഡി പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ആരാണ്? AG വേലായുധൻ. പൊതുവഴിയിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ വൈക്കത്ത് നിന്ന് ഏതു പ്രദേശത്തേക്കാണ് നടത്തിയത്? തിരുവനന്തപുരം. ഓപ്ഷൻ C തിരുവനന്തപുരം. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? വേലുത്തമ്പി ദളവ. കൂടംകുളം സത്യാഗ്രഹം താഴെ പറയുന്ന ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? കൂടൽ മാണിക്യ ക്ഷേത്രം. ഓപ്ഷൻ ബി കൂടൽ മാണിക്യ ക്ഷേത്രം. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓപ്ഷൻ ബി ഗാന്ധിജി. കേരളത്തിലെ കർഷക സംഘം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപം ഏതാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരം. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പത്രം ഏതാണ്? പ്രഭാതമാണ്. ഓപ്ഷൻ ഡി പ്രഭാതം. കരിവള്ളൂർ സമരം നടന്ന വർഷം ഏതാണ്? 1946. പെരിങ്ങാട്ട് ലഹള നടന്ന വർഷം ഏതാണ്? 1915. വനവാസികളും ഭിക്ഷാടകരും ആയ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമി രചിച്ചത് പ്രാചീന മലയാളമാണ്. ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. 1916 മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിൻ്റെ നേതൃത്വം ആർക്ക് ആയിരുന്നു? KP കേശവമേനോൻ. ഓപ്ഷൻ ഡി KP കേശവമേനോൻ. അഖില തിരട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമിയുടെ ജന്മദേശം ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കൊല്ലൂരാണ്. കൊല്ലൂർ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ്? എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. വൃത്താന്ത പത്രം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? KP രാമകൃഷ്ണ പിള്ള.
ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു സമയത്തൊക്കെ വൃത്താന്ത പത്രപ്രവർത്തനം എന്നും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ. ആ ഒരു ബുക്കും രചിച്ചിരിക്കുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ്? മഹാകവി കുമാരനാശാൻ്റെ. AR രാജരാജവർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? പ്രരോദനം. ഓപ്ഷൻ എ പ്രരോദനം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആത്മോപദേശ ശതകം. ഇതെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. കുമാരനാശാൻ രചിച്ച നാടകം ഏതാണ്? വിചിത്ര വിജയം. ഓപ്ഷൻ സി വിചിത്ര വിജയം. തൈക്കാട് അയ്യ ഗുരുക്കളുടെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. മറ്റൊരാൾ ആരാണ്? മറ്റൊരാൾ ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ഓപ്ഷൻ സി കണ്ണൂർ. കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം മൗലവി. ഓപ്ഷൻ ബി വക്കം മൗലവി. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. മിതവാദി പത്രത്തിൻ്റെ പത്രാധിപൻ ആരാണ്? ഓപ്ഷൻ എ ആണ് സി കൃഷ്ണൻ. ഓപ്ഷൻ എ സി കൃഷ്ണൻ. ശ്രീകുമാര ഗുരുദേവൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ. ഓപ്ഷൻ സി പൊയ്കയിൽ യോഹന്നാൻ. നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കുവാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. സാധു ജനദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ്. ഓപ്ഷൻ ബി പാമ്പാടി ജോൺ ജോസഫ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ്? ചെമ്പകരാമൻ പിള്ളയാണ്. ഓപ്ഷൻ ഡി ചെമ്പകരാമൻ പിള്ള. ചുവടെ ചേർത്തതിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവുമായാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എന്നാണ്? ഓഗസ്റ്റ് 25. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ പൽപുവിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? പത്മനാഭൻ പൽപു എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യമായി കാറൽ മാർക്സിൻ്റെയും ഗാന്ധിജിയുടെയും ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ തൈക്കാട് അയ്യാണ്. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? 1903 ആൻസർ. അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമായി സമരം നടത്തിയത് ആരാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇതിൻ്റെ ആൻസർ മുഹമ്മദ് അബ്ദുൽ റഹ്മാനാണ്. ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ. ചുവടെ ചേർത്തവയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ട സമരം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മുക്കൂത്തി സമരമാണ്. ഓപ്ഷൻ സി മുക്കൂത്തി സമരം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ഏത് കൃതിയിലെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. അയ്യാവഴി എന്ന ദാർശനിക കാഴ്ചപ്പാട് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. ദർശനമാല എന്ന സംസ്കൃത കൃതി രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ 2-ാം ബുദ്ധൻ എന്ന് വിളിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. അനസ്താഷിയയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
1922 ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്നും ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുമാരനാശാനാണ്. ഓപ്ഷൻ സി കുമാരനാശാൻ. വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചത്. വാല സമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ച വർഷം ഏതാണ്? 1910 ആൻസർ. ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഏത് നവോത്ഥാന നായകന്റെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ? നീലകണ്ഠ തീർത്ഥപാദർ. ഇതിൻ്റെ ആൻസർ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. ദീപിക എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ദീപിക ആരംഭിക്കുന്നത് വക്കം മൗലവിയാണ്. ഓപ്ഷൻ എ വക്കം മൗലവി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ ജനിച്ചത് എവിടെയാണ്? കൈനഗിരി, ആലപ്പുഴയിലെ കൈനഗിരി. ശ്രീനാരായണ ഗുരുവിന് സമകാലീനായ മലബാറിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. ഡോക്ടർ പൽപു ജനിച്ചത് എവിടെയാണ്? പേട്ടയിലാണ്, തിരുവനന്തപുരത്ത് പേട്ട. ഓപ്ഷൻ എ പേട്ട. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇതിൻ്റെ ആൻസർ ചട്ടമ്പി സ്വാമികളാണ്. 1904 ദളിതർക്ക് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെങ്ങാനൂരാണ്. ഓപ്ഷൻ സി വെങ്ങാനൂർ. നിർവൃതി പഞ്ചകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. മിശ്രഭോജനത്തെ പ്രോത്സാഹിപ്പിച്ച സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? സഹോദര സംഘമാണ്. ഓപ്ഷൻ എ സഹോദര സംഘം. വേദ പഠനത്തിനും ഈശ്വര ആരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗത്തിന് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ബാലകലേശം എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. 1928 പ്രസിദ്ധീകരിച്ച യുക്തിവാദി മാസികയുടെ പത്രാധിപർ ആരായിരുന്നു? യുക്തിവാദി സഹോദരൻ അയ്യപ്പൻ. പ്രസിദ്ധീകരിച്ചത് 1928. കർമ്മവിഭാഗം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. സുജനനന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പറവൂർ കേശവൻ ആശാൻ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1846 പ്രസ് ആരംഭിച്ചത് എവിടെയാണ്? മാന്നാനത്താണ്. ഓപ്ഷൻ ബി മാന്നാനം. ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചത് ആരാണ്? എ കെ ഗോപാലനാണ്. ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. എവിടെ നിന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശി പത്രം ആരംഭിച്ചത്? അഞ്ചുതെങ്ങ്. ഓപ്ഷൻ സി അഞ്ചുതെങ്ങ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ശിവഗിരിയാണ് ആൻസർ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കായിക്കരയാണ്. ഓപ്ഷൻ എ കായിക്കര. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം ഏതാണ്? 1907. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവി പേരൂരാണ്. ഓപ്ഷൻ സി ഇരവി പേരൂർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? ഓപ്ഷൻ ബി ഉണ്ണി നമ്പൂതിരി. ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപവൽക്കരിച്ചിരിക്കുന്നത്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. NSS സൊസൈറ്റി രൂപീകരിച്ച വർഷം ഏതാണ്? 1914. ഭാരതകേസരി എന്ന ബഹുമതി നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. സ്വാമി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പത്രം ഏതാണ്?
അഭിനവ കേരളം. ഓപ്ഷൻ എ അഭിനവ കേരളം. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമധേയം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കുഞ്ഞിക്കണ്ണൻ. ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ. കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇതിൻ്റെ ആൻസർ അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ഡി അയ്യൻകാളി. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു തൻ്റെ പ്രസിദ്ധമായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1924. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണമാണ്. ബാക്കി മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ആത്മോപദേശ ദശകം, അതുപോലെ തന്നെ നിർവൃതി പഞ്ചകം, ദർശനമാല ഇവയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. വിവേകോദയം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? കുമാരനാശാനാണ്. ഓപ്ഷൻ ഡി കുമാരനാശാൻ്റെ മാസികയാണ് വിവേകോദയം. നിർഗുണോപാസന എന്ന ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ കെ പി കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു. മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? ആനന്ദ മഹാസഭ എന്നാണ്. ഓപ്ഷൻ ബി ആനന്ദ മഹാസഭ. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പന്തി ഭോജനമാണ് ചോദ്യം. തൈക്കാട് അയ്യാണ് ആൻസർ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. പന്തി ഭോജനം തൈക്കാട് അയ്യാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ പറയുന്ന എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. വൈകുണ്ഠ സ്വാമി. മുത്തുക്കുട്ടി സ്വാമി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത്? മിതവാദിയാണ്. ഓപ്ഷൻ ബി മിതവാദി. ക്രിസ്തുമത നിരൂപണം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ ആഗമാനന്ദ സ്വാമികളാണ്. ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് ഏത് വർഷമാണ്? 1910 ഇതിൻ്റെ ആൻസർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം. ഓപ്ഷൻ സി തിരുവനന്തപുരം. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരൻ്റെ പത്ര ആധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? മിതവാദിയാണ്. ഓപ്ഷൻ ബി മിതവാദി. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? കണ്ണീരും കിനാവും. അയ്യൻകാളിയുടെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ വെങ്ങാനൂരാണ്. ഓപ്ഷൻ സി വെങ്ങാനൂർ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ഇതിൻ്റെ ആൻസർ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ജന്മം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? ആത്മവിദ്യാ സംഘം. ഓപ്ഷൻ സി ആണ് ആൻസർ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ എവിടെയാണ്? പാട്യമാണ്. കണ്ണൂരിലെ പാട്യം. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി അയ്യങ്കാളി. പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരത്തിൻ്റെ നേതാവ് ആരായിരുന്നു? അയ്യൻകാളി.
ഓപ്ഷൻ ബി അയ്യൻകാളി. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കുവാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കുവാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്കം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി അയ്യങ്കാളി. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന ഉപദേശം ഏതു മഹാനാണ് നൽകിയത്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. 1914 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലിയ രാജ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓപ്ഷൻ സി ഗാന്ധിജിയാണ് ഇതിൻ്റെ ആൻസർ. SNDPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സുപ്രസിദ്ധനായ കവി ആരാണ്? കുമാരനാശാനാണ്. ഓപ്ഷൻ എ കുമാരനാശാൻ. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത്. ചെത്തരുത്, കുടിക്കരുത്, മദ്യം വിഷമാണ്. ഈ ഉപദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആത്മീയ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏതാണ്? 1928. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ച ആചാര്യൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തിയാണ്. ഓപ്ഷൻ എ ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? കേരള കൗമുദിയാണ്. ജീവിതാന്ത്യത്തിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം ഏതാണ്? ഓപ്ഷൻസ് ശരിക്കും ഒന്ന് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ ഇവയൊന്നുമല്ല. അദ്ദേഹം ആ ഒരു സമയത്ത് ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമാണ്. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നായർ സമുദായമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഈ വരികൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവ് ആരാണ്? AK ഗോപാലൻ ആണ്. എവിടെ നിന്നാണ് AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ മദിരാശിയിലേക്ക് പട്ടിണി ജാഥ പുറപ്പെടുന്നത്? ആൻസർ കണ്ണൂരിൽ നിന്നുമാണ്. ഓപ്ഷൻ ബി കണ്ണൂർ. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ച വ്യക്തി ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്? ശ്രീനാരായണ ഗുരു. വീണപൂവ് എന്ന കാവ്യത്തിൻ്റെ കർത്താവ് ആരാണ്? കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്ന് പാടിയ കവി ആരാണ്? കുമാരനാശാനാണ്. ഓപ്ഷൻ ഡി കുമാരനാശാൻ. കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ വീണപൂവ് രചിച്ചത് എവിടെ വെച്ചാണ്? ജൈനിമേടാണ്. ഓപ്ഷൻ ബി ജൈനിമേട്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഓപ്ഷൻ എ നായർ സമുദായ ഭൃത്യ ജനസംഘം എന്നായിരുന്നു. ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യ വൈകുണ്ഠറാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് അദ്വൈത ദീപിക. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കേരളത്തിൽ കണ്ടുമുട്ടിയ സ്ഥലം ഏതാണ്? ശിവഗിരിയാണ്. ഓപ്ഷൻ സി ശിവഗിരി. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യ വൈകുണ്ഠറാണ്. ഓപ്ഷൻ ബി അയ്യ വൈകുണ്ഠർ. 1890 ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ കോഴിക്കോട് സ്ഥാപിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ഓപ്ഷൻ എ അയ്യത്താൻ ഗോപാലൻ. സി കേശവൻ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1947 ഡിസംബർ 4. കേശവനാശാൻ സുജനനന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? പരവൂർ. ഓപ്ഷൻ സി പരവൂർ. ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ.
മൈസൂരിൽ ഭിഷഗ്വരൻ ആയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു. കേരളീയ സമൂഹത്തിലെ താലികെട്ട് കല്യാണം എന്ന ദുരാചാരത്തിന് എതിരെ പോരാടിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപർ ആയിരുന്നത് ആരാണ്? കെ രാമകൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ എ കെ രാമകൃഷ്ണപിള്ള. ആത്മവിദ്യ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ അച്ചടി ആരംഭിക്കുന്നത് എവിടെ നിന്നുമാണ്? എറണാകുളമാണ്. ഓപ്ഷൻ സി എറണാകുളം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കുവാൻ വൈകുണ്ഠസ്വാമികൾ എവിടെയാണ് മുന്തിരിക്കിണർ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പ്. ഏതു വർഷമാണ് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത്? 1929 ദക്ഷിണായനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പുസ്തകമാണ് ദക്ഷിണായനം. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് ധർമ്മം. വാവൂട്ട് യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് വാവൂട്ട് യോഗം സ്ഥാപിക്കുന്നത്. താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. 1903 രൂപീകരിച്ച SNDP ആണ്, അതായത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച നാടകം ഏതാണ്? ഓപ്ഷൻ ഡി നിഴലുകൾ. കൊച്ചി പുലയ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. നടരാജഗുരുവിൻ്റെ പിതാവായ നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. 1918 നിലയ്ക്കാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന CV ഗോവിന്ദൻ പിള്ള അതിനു മുമ്പ് ഏത് പത്രത്തിൻ്റെ പത്രാധിപർ ആയിരുന്നു? ഇതിൻ്റെ ആൻസർ കേരള പഞ്ചികയാണ്. ഓപ്ഷൻ ഡി കേരള പഞ്ചിക. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹം നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാടാണ്. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാദിക്കുവാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പരാമർശം എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇതിൻ്റെ ആൻസർ ആലുവയിലെ സർവ്വമത സമ്മേളനമാണ്. ഓപ്ഷൻ എ ആലുവയിലെ മതസമ്മേളനമാണ് ഇതിൻ്റെ ആൻസർ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആൻസർ. ആനന്ദ ഗുരുഗീത രചിച്ചത് ആരാണ്? ആനന്ദ ഗുരുഗീത രചിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ജനന ദിനവും മരണ ദിനവും അവധി ദിനമായി ആചരിക്കപ്പെടുന്ന കേരളീയൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എവിടെയാണ് ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? പന്മനയാണ്. ഓപ്ഷൻ ബി പന്മന. മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. നളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകം ആണ്? ചരിത്രമാണ്. ചരിത്ര പുസ്തകമാണ്. എഴുതിയത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം, കർത്തവ്യം, ദയ, സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്? ആൻസർ മുരുക്കുംപുഴയാണ്. മുരുക്കുംപുഴ. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കൃഷ്ണൻ നമ്പൂതിരി എന്നായിരുന്നു. ആരുടെ ആത്മകഥയാണ് ആത്മാനുതാപം? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ആത്മകഥയാണ് ആത്മാനുതാപം. നിഴൽ താങ്കൾ എന്ന ആരാധനാലയം സ്ഥാപിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠറാണ്. ഓപ്ഷൻ ഡി അയ്യ വൈകുണ്ഠർ. ശ്രീനാരായണ ഗുരു അന്തരിച്ചത് എന്നാണ്? 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20. മണ്ണിനു വേണ്ടി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ.
കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. ശ്രീമൂലം പ്രജാസഭയിൽ 25 വർഷം അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചത് ഏതു വർഷമാണ്? 1871 ജാനുവരി 3. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. 1871 ജാനുവരി 3. നമ്പൂതിരി മനുഷ്യനാവുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? യോഗക്ഷേമ സഭയാണ്. ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനൻ ആയിരുന്ന മലബാറിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ കൃതിയാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ വേലുക്കുട്ടി അരയൻ്റെ കൃതിയാണ്. ഓപ്ഷൻ എ വേലുക്കുട്ടി അരയൻ. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സി കേശവനാണ് സിംഹള സിംഹം എന്നറിയപ്പെട്ടിരുന്നത്. പേരിൻ്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ ആരായിരുന്നു? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ഡി അയ്യങ്കാളി. ദളിതർക്ക് വേണ്ടി ചേരമർ മഹാജനസഭ ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ് ചേരമർ മഹാജന സഭ ആരംഭിക്കുന്നത്. ജീവിതം തന്നെ സന്ദേശം എന്ന കൃതി രചിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. ചാവറയച്ചൻ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റുവാൻ സ്ത്രീകളോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്? കൊല്ലമാണ്. കൊല്ലം. ഓപ്ഷൻ എ കൊല്ലം. കൊല്ലത്ത് പെരുന്നാട്. ടാഗോറിൻ്റെ ശിവഗിരി സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരു ടാഗോറുമായുള്ള സംഭാഷണത്തിൻ്റെ ദ്വിഭാഷി ആരായിരുന്നു? കുമാരനാശനായിരുന്നു അപ്പോൾ ദ്വിഭാഷിയായിട്ട് നിന്നത്. ടി കെ മാധവൻ്റെ നിര്യാണത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യം ഏതാണ്? മഹാസമാധിയാണ്. ഓപ്ഷൻ ബി മഹാസമാധി. പാലക്കാടുള്ള ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമിയാണ് പാലക്കാടുള്ള ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ശ്രീ നീലകണ്ഠ ഗുരുപാദറാണ് ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് കുമാരഗുരുദേവനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1921 1930 അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്തു. 2 തവണ നാമനിർദ്ദേശം കുമാരദേവനെ ചെയ്തിട്ടുണ്ട്. ലളിതോപഹാര കിളിപ്പാട്ട് ആരുടെ രചനയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ലളിതോപഹാര കിളിപ്പാട്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്സിൽ ഉണ്ടായിരുന്ന കവി ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഓപ്ഷൻ സി ഉണ്ണായി വാര്യർ. മണ്ഡപത്തും വാതിൽ ഇതിനു തുല്യമായ ഇന്നത്തെ ഭരണഘടന ഏതാണ്? താലൂക്കാണ്. ഓപ്ഷൻ ബി താലൂക്ക്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനത്തിലൂടെ സാമ്രാജ്യം മുഴുവനും ശ്രീപത്മനാഭന് സമർപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. ഭക്തിമഞ്ജരി എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീപത്മനാഭന് തൃപ്പടിദാനം ചെയ്തത് ഏത് വർഷമാണ്? 1750. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1750. തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്ന ബഹുമതിക്ക് അർഹനായ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? ധർമ്മരാജയാണ്. ധർമ്മരാജ. ഓപ്ഷൻ സി ധർമ്മരാജ. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാജാവാണ്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ കേശവദാസാണ്. ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് വേണാട്ടിലെ രാജാവ് ആരായിരുന്നു?
ധർമ്മരാജാവായിരുന്നു. ഓപ്ഷൻ ബി ധർമ്മരാജാവ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ ആയിരുന്നു. രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിൽ രാജാവും ആയ ആൾ ആരാണ്? സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് സ്ഥാപിതമായത് ഏതു വർഷമാണ്? 1857. 1857 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. അത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ. തിരുവിതാംകൂറിൽ ആദ്യമായി പൊതുമരാമത്ത് ഏർപ്പെടുത്തിയ മഹാരാജാവ് ആരാണ്? ആയില്യം തിരുനാൾ മഹാരാജാവ്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. ആധുനിക കാലത്ത് തിരുവിതാംകൂർ എന്നറിയപ്പെട്ട രാജ്യം മധ്യകാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വേണാട്. ഓപ്ഷൻ സി വേണാട്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മതിലകം രേഖ. ഓപ്ഷൻ എ മതിലകം രേഖ. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏതാണ്? ഓപ്ഷൻ ബി കലിയുഗരായൻ പണമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ എ മുഹമ്മദ് ഹബീബുള്ള ആണ് ഇതിൻ്റെ ആൻസർ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി നിയമസഭ രൂപീകരിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ്. ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിഭായ്. കൊച്ചിയുടെ അവസാന ദിവാൻ ആരായിരുന്നു? സി പി കരുണാകര മേനോൻ. ഓപ്ഷൻ ബി സി പി കരുണാകര മേനോൻ. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? സേതു ലക്ഷ്മിഭായ് ആണ്. ഓപ്ഷൻ സി സേതു ലക്ഷ്മിഭായ്. ആലുവ FACT സ്ഥാപിച്ചത് ആരാണ്? ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ സി ചിത്തിര തിരുനാൾ. 1943 സ്ഥാപിക്കുന്നത്. തിരുവിതാംകൂറിലെ ലളിതകലകളുടെ സുവർണകാലമായി അറിയപ്പെട്ടത് ആരുടെ ഭരണകാലഘട്ടം ആയിരുന്നു? ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. തൃപ്പടിദാനം നടത്തിയ വർഷം ഏതാണ്? 1750 ജാനുവരി 3. ഓപ്ഷൻ എ ആണ് ആൻസർ. 1789 തിരുവിതാംകൂർ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ട ഏതാണ്? കൊടുങ്ങല്ലൂർ കോട്ടയാണ്. ഓപ്ഷൻ സി കൊടുങ്ങല്ലൂർ കോട്ട. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1888. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഏത് വർഷം മുതലാണ്? 1903 ആണ്. ഓപ്ഷൻ ബി 1903. നരകരവാദം എന്ന ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഓപ്ഷൻ ബി ടി പ്രകാശം. 1941 ആരംഭിച്ച രാഷ്ട്രീയ സംഘടന ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലമാണ്. കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? വി നാഗം അയ്യാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വി നാഗം അയ്യാണ് രചിച്ചത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി പട്ടം താണുപിള്ള. ആനി ബസന്റ് അധ്യക്ഷ പദവി വഹിച്ച ഒരു രാഷ്ട്രീയ സമ്മേളനം മലബാറിൽ എവിടെ വെച്ചാണ് നടന്നത്? ആൻസർ മഞ്ചേരിയാണ്. ഓപ്ഷൻ എ മഞ്ചേരി.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രഥമ സമ്മേളന വേദി ഏതായിരുന്നു? ഇരിങ്ങാലക്കുടയായിരുന്നു. ഓപ്ഷൻ എ ഇരിങ്ങാലക്കുട. ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്ത്. നവരത്നമാലിക എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ് നവരത്നമാലിക രചിക്കുന്നത്. ആദ്യ നായർ റെഗുലേഷൻ ആക്ട് പാസ്സായത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാളാണ്. ഓപ്ഷൻ എ ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായത്. CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി 1821 സ്ഥാപിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതി ഭായ്. തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? TK നാരായണപിള്ളയാണ് തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി. എറണാകുളത്തെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. എറണാകുളമാണ് ചോദ്യം. എറണാകുളത്തെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ഗൗരി പാർവതി ഭായ് ആണ് സ്ഥാപിച്ചത്. സാർവത്രിക വിദ്യാഭ്യാസം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് 1817 വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി പാർവതി ഭായ് ആണ്. റാണി പാർവതി ഭായ്. ജന്മവും കാണവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മികുടിയൻ വ്യവസ്ഥയാണ് ജന്മവും കാണവും. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1949 തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ കാരണമായ സംഭവം ഏതാണ്? മൊറാഴ സമരമാണ്. ഓപ്ഷൻ ബി മൊറാഴ സമരം. മലബാർ കുടിയാന്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1929. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1935 ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? കർഷക സംഘമാണ്. കർഷക സംഘം. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. പുലപ്പേടി എന്ന അനാചാരം നിർത്തലാക്കിയ വേണാട് ഭരണാധികാരി ആരാണ്? കേരളവർമ്മയാണ് പുലപ്പേടി നിർത്തലാക്കുന്നത്. ആരുടെ ഗ്രന്ഥമാണ് യോഗതാരാവലി? യോഗതാരാവലി രചിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ. മഹാത്മാഗാന്ധി കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. ഏത് ആദിവാസി വിഭാഗത്തെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്? നായാടികളാണ്. ഓപ്ഷൻ ബി നായാടികൾ. ഓപ്ഷൻ ബി നായാടികൾ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ 5 തവണ. കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കുക. AD 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്. മലബാർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. വില്യം ലോഗൻ. 1921 ഖിലാഫത്തും നിസ്സഹകരണ സമരവും ശക്തമായിരുന്ന സമയത്ത് മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ്? പൂക്കൊട്ടൂർ യുദ്ധമാണ്. ഓപ്ഷൻ എ പൂക്കൊട്ടൂർ യുദ്ധം. പൂക്കൊട്ടൂർ യുദ്ധസമയത്ത് കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. വടക്കേ വീട്ടിൽ മുഹമ്മദ്. കേരളത്തിൽ അളഗപ്പ തുണിമിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിലാണ്. ഓപ്ഷൻ എ കൊച്ചി. കേരളത്തിൽ റബ്ബർ വർക്ക്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ബി തിരുവനന്തപുരം. കേരളത്തിൽ ടാറ്റ ഓയിൽ മില്ല് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിലാണ്. ഓപ്ഷൻ എ കൊച്ചി. കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1914. തിരുവിതാംകൂറിൽ ജന്മികുടിയാൻ നിയമം പാസ്സായത് എന്നാണ്? 1896. 1896.
കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആയ ബേപ്പൂർ തിരൂർ പാത എന്നാണ് നിർമ്മിക്കുന്നത്? 1861. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻ എ കളവൻകോട്. ഓം എന്നെഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? കളവൻകോടാണ്. ഓപ്ഷൻ എ കളവൻകോട്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അയ്യൻകാളി നടത്തിയത് ഏത് വർഷമാണ്? 1893 ആൻസർ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ അയ്യൻകാളി. സാമൂഹികമായ പിന്നക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് എവിടെ നിന്നാണ് കുളത്തൂർ കുന്നിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്? മാരൻകുളമാണ്. മാരൻകുളം. ഓപ്ഷൻ എ ആണ് ആൻസർ. യുദ്ധവിരുദ്ധ ജാഥയിൽ പൊയ്കയിൽ യോഹന്നാൻ മുഴക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. അടിലഹളകൾ ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? പൊയ്കയിൽ കുമാരഗുരു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടിമയായി ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ സഹിപ്പതില്ല എന്ന് പാട്ടിലൂടെ പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ കേരളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാണ്? പശ്ചിമോദയം. ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് 1847 കാലഘട്ടത്തിലാണ്. ലണ്ടൻ മിഷണറി സംഘത്തിന് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തിരുവിതാംകൂർ ഭരണാധികാരികൾ അനുവാദം നൽകിയ സ്ഥലം ഏതാണ്? LMS, അതായത് ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ സംഘം, അത് പ്രവർത്തിച്ചത് തിരുവിതാംകൂറിലാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് എവിടെയാണ്? മലബാറിലാണ്. ഓപ്ഷൻ സി മലബാർ. ചർച്ച് മിഷൻ സൊസൈറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇതിൻ്റെ ആൻസർ രണ്ടിടത്തും, അതായത് കൊച്ചിയിലും തിരുവിതാംകൂറിലും CMS വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സന്ധി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം സന്ധി. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലം ഏതാണ്? മാവിലത്തോട്. ഓപ്ഷൻ സി മാവിലത്തോട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയുടെ പേരാണ് കണ്ണൻ ദേവൻ. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ട വർഷം ഏതാണ്? 1956. കേരളത്തിൽ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിച്ച് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1970. സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? പി കൃഷ്ണപിള്ള. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി KK നായർ. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത്? ഓപ്ഷൻ ഡി 1924.
കവി തിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ പറ്റി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? അമരാവതി സമ്മേളനം. ഓപ്ഷൻ സി, അമരാവതി സമ്മേളനം. കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ സി, ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠർ. ഓപ്ഷൻ എ, അയ്യ വൈകുണ്ഠർ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1920. ഓപ്ഷൻ എ ആണ് ആൻസർ, 1920. കേരളത്തിലെ മാഗ്നക്കാട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി, ക്ഷേത്രപ്രവേശന വിളംബരമാണ്. മറ്റൊരു മാഗ്നക്കാട്ട നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു. അതെന്തായിരുന്നു? കേരളത്തിലെ കർഷകരുടെ മാഗ്നക്കാട്ടയായിരുന്നു. അതെന്തായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരമായിരുന്നു. 1899 മക്തി തങ്ങൾ ആരംഭിച്ച സംഘടനയുടെ പേരാണ് മുഹമ്മദീയ സഭ. 1899. ജാതിനാശിനി സഭ ആരംഭിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ സി, ആനന്ദ തീർത്ഥൻ. ദേശ സേവൈക സംഘത്തിൻ്റെ സംരംഭകൻ ആരാണ്? അക്കാമ ചെറിയനാണ്. അക്കാമ ചെറിയാൻ. കരിവല്ലൂർ സമരത്തിൻ്റെ നേതാവ് ആരാണ്? കെ ദേവയാനിയാണ്. ഓപ്ഷൻ എ, കെ ദേവയാനി. കേരളത്തിലെ വായനശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി, പി എൻ പണിക്കർ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിൻ്റെ ആൻസർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സംഘം കാലഘട്ടത്തിലെ പ്രധാന തുറമുഖ പട്ടണം ഏതായിരുന്നു? മുസരിസ് ആണ്. ഓപ്ഷൻ ഡി, മുസരിസ്. 1856 ബേസൽ മിഷൻ മലബാറിൽ സ്ഥാപിച്ച ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തലശ്ശേരിയിലാണ്. അയ്യാഗുരു എഴുതിയ യാത്രാ വിവരണം, അതിൻ്റെ പേര് എന്താണ്? എൻ്റെ കാശി യാത്ര. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? 1887. അങ്കള സാമ്രാജ്യം എന്ന കൃതി എഴുതിയത് ആരാണ്? AR രാജരാജ വർമ്മ. 1919 രൂപീകരിച്ച സിവിക് റൈറ്റ്സ് ലീഗിൻ്റെ നേതാവ് ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ EJ ജോൺ ആണ്. ഓപ്ഷൻ എ, EJ ജോൺ. 1975 ദേശീയ വനിതാ വർഷത്തിൻ്റെ ഉദ്ഘാടനത്തിൽ മദർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അമ്മു സ്വാമിനാഥൻ. ഓപ്ഷൻ ബി, അമ്മു സ്വാമിനാഥൻ. ഏത് ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് എതിരെ ആണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? 1932 പരിഷ്കാരത്തിന് എതിരെ. ഗുരുവായൂർ ക്ഷേത്രം അധകൃത വിഭാഗക്കാർക്കു വേണ്ടി തുറന്നുകൊടുത്ത വർഷം ഏതാണ്? 1947. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1932 സെപ്റ്റംബർ 21 മുതൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച നേതാവ് ആരാണ്? കെ കേളപ്പൻ. ബ്രിട്ടീഷ് അധീനതയിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? മലബാർ. ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ ദേവയാനി. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1921 ഏറനാട് താലൂക്കിലെ പൂക്കൊട്ടൂർ പ്രദേശത്തെ കൃഷിഭൂമിയുടെ 60% ഉടമ ആരായിരുന്നു? നിലമ്പൂർ രാജയായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്ത്രീ വിദ്യാഭൂഷണി എന്ന കവിത എഴുതിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. കേരളത്തിലെ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ ആരാണ്? TK മാധവനാണ്. TK മാധവൻ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നമ്പൂതിരി സ്ത്രീകൾക്ക് തൻ്റെ പരിശുദ്ധി തെളിയിക്കുന്നതിനായി നൽകിയിരുന്ന ശിക്ഷാവിധി, അതിൻ്റെ പേര് എന്താണ്?
സ്മാർത്ഥ വിചാരം എന്നാണ്. സ്മാർത്ഥ വിചാരം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശ്രീനാരായണ ഗുരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഏതിലൂടെയാണ്? അരുവിപ്പുറം പ്രതിഷ്ഠയിൽ കൂടിയാണ്. കേരളത്തിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് ദളവാകുളം? ദളവാകുളം ബന്ധപ്പെട്ട് നിൽക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ്. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. കൊച്ചിയിലും വൈപ്പിൻകോട്ടയിലും പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസ്. ഓപ്ഷൻ സി പോർച്ചുഗീസ്. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഇതിൻ്റെ ആൻസർ ഡച്ച് ആണ്. ഓപ്ഷൻ ബി ഡച്ച് ആണ് ഇതിൻ്റെ ആൻസർ. ഡച്ച്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരക്കന്മ? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുഞ്ഞാലി മരക്കന്മാർ. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി. ഓപ്ഷൻ എ കൊച്ചി. പൈച്ചി രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിക്കപ്പെടുന്ന രാജാവ് ആരാണ്? പഴശ്ശി രാജയാണ്. ഓപ്ഷൻ എ പഴശ്ശി രാജ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആരാണ്? വില്യം ലോഗനാണ്. ഓപ്ഷൻ എ വില്യം ലോഗൻ. തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വരുത്തി ഭൂമി എന്നാണ്. സൗന്ദര്യ ലഹരി ആരുടെ കൃതിയാണ്? ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയാണ് സൗന്ദര്യ ലഹരി. മോക്ഷപ്രദീപം അതുപോലെ ആനന്ദ സൂക്തം എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗി. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ പൽപ്പു. പുത്തൻ ബാന എന്ന കൃതി രചിച്ചത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓപ്ഷൻ സി അർണോസ് പാതിരി. CMS കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പാൾ ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലി. ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നുമാണ്? ആംസ്റ്റർഡാമിൽ നിന്നുമാണ്. ഓപ്ഷൻ എ ആംസ്റ്റർഡാം. സാമൂതിരിയുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? രേവതി പട്ടത്താനം എന്നാണ്. രേവതി പട്ടത്താനം എന്നറിയപ്പെട്ട പാണ്ഡിത്യ ചടങ്ങ് നിലനിന്നിരുന്നത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? തളി ക്ഷേത്രമാണ്. തളി ക്ഷേത്രം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. മലബാർ സന്ദർശിക്കുമ്പോൾ എല്ലാം കാമരാജിൻ്റെ പ്രസംഗങ്ങളെ തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? AV കുട്ടിമാളു അമ്മ. ആത്മകഥ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അന്നാചാണ്ടി. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രേണുകുമാർ. കേരള PSC കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ നിന്നും ഇതേവരെ ചോദിച്ചിട്ടുള്ള 500ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അഥവാ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് കേരള PSC കേരള നവോത്ഥാനം ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഒരുമാതിരിപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.